തീരുമാനം ഇന്ന് ജനറൽ ബോഡി കൂടി കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകാർക്കും സിനിമ കളിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലെ ആഗ്രഹം. കാരണം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ തിയേറ്റർ തുറക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ഒരു സ്നേഹം കാണിക്കുമെന്നുള്ളൊരു ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്റർ തുറന്നോളൂ എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് ശരിക്കും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധിയൊക്കെ കൂടിയാണ് ഞങ്ങൾ ശരിക്കും ഇന്നൊരു മീറ്റിംഗ് വെച്ചത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ ബാക്കി ചേംബറും പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും ആദ്യത്തെ ഞങ്ങളുടെ ഒരു എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു രീതിയിലാണ് ശരിക്കും സിനിമാ സംഘടനകൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് തീരുമാനിക്കുന്നു. കേരളത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയെന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളതിന് ശ്രമിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സഹായം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് ഞങ്ങൾ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. തിയേറ്ററുകൾ ഇപ്പോൾ തുറക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ എന്തെങ്കിലും താമസം ഇനി നേരിട്ടാൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പെരുമാറ്റച്ചട്ടം നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പെരുമാറ്റച്ചട്ടത്തിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കും. ഇനിയും അടുത്ത ചർച്ചയിൽ മുഖ്യമന്ത്രി ഇനിയും ഒരു ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞാൽ എന്തായിരിക്കും തീരുമാനം? അല്ല, ഞങ്ങളുടെ മനസ്സിലെ പ്രതീക്ഷ ഒരിക്കലും അങ്ങനെ ഒരു നീട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയില്ല എന്നാണ്. അപ്പം തിങ്കളാഴ്ച നമ്മളോട് സംസാരിക്കാം എന്ന് എല്ലാ സംഘടനകളോടും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഒരു തീരുമാനം നമുക്ക് അല്ല, അത് നമ്മൾ അല്ല ആ ഒരു തീരുമാനം നമുക്ക് മുൻകൂട്ടി എടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളൊരു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മൾ എല്ലാം, അതായത് സിനിമ ഉണ്ടാക്കുന്നവരും ചെയ്യുന്നവരും കളിക്കുന്നവരും, അതായത് റിലീസ് ചെയ്യുന്നവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പടം കളിക്കുന്ന ഞങ്ങളും ഒരുപാട് സിനിമകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണല്ലോ ഇത് തുറന്നിട്ട് എല്ലാ സിനിമകളും കളിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുക. അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാം ഒരു പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകാനാണല്ലോ പറ്റുന്നത്. അല്ല, ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ പ്രദർശിപ്പിക്കില്ല. കാരണം അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തിയേറ്ററുകൾ തുറക്കുക, അത് കഴിയുമ്പോൾ വേറെ സിനിമകൾ കിട്ടിയില്ലെങ്കിൽ അടയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് റൺ ചെയ്തു തുടങ്ങിയാൽ പിന്നെ എല്ലാം അതിൻ്റെ ജോലികൾ, ആൾക്കാർ എല്ലാം അതിനകത്തേക്ക് വീണ്ടും എക്സ്പെൻസ് കൂടുന്ന ഒരു സംവിധാനമാണല്ലോ സിനിമാ തിയേറ്ററുകൾക്ക്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ കിട്ടിയാൽ മാത്രമാണ് ഇത് തുറന്നിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അർപ്പിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. എന്താ പറഞ്ഞേ? അല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഇപ്പം നമ്മുടെ വിശ്വാസമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫിയോക്കെന്ന് മാത്രമല്ല, കേരളത്തിലെ തിയേറ്ററുകളൊന്നും കളിക്കില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. UFO ഉൾപ്പെടെയുള്ള അതിന്റെ ചാർജ് നിങ്ങൾ അടയ്ക്കണം, ടിക്കറ്റ് ഉടമകൾ അടയ്ക്കണം എന്നുള്ള ഡിമാൻഡുകളൊക്കെ വെച്ചു. അത് തിയേറ്ററിന് വലിയ ഭാരമാവുകയല്ലേ? അല്ല, അങ്ങനത്തെ ഒരു ചർച്ചകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കാരണം ഇത് തിയേറ്റർ അടയ്ക്കുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളോടുകൂടി മുമ്പോട്ട് പോകാം. കാരണം ചേംബറിനും പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അറിയാമല്ലോ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് തിയേറ്ററുകാർക്ക് കൂടുതലായിട്ട് എന്തോ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ ആ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു ചർച്ച ഈ സമയത്ത് നടക്കുന്നതായിട്ട് ഇല്ല. ഇപ്പം നിലവിൽ അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. അതോടൊപ്പം തന്നെ ഈ സിനിമാ പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആനുകൂല്യങ്ങൾ സിനിമയ്ക്ക് 100 സീറ്റൊന്നും തമിഴ്നാടിനായിരുന്നു ആദ്യം പറഞ്ഞത്. അതിപ്പോൾ 50 സീറ്റാക്കി സർക്കാർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 50 സീറ്റ് എന്നൊരു ഇതിലായിരിക്കും മുഖ്യമന്ത്രി അനുവാദം തന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സമ്മതിച്ചതിൻ്റെ കുറവുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് അനുസരിച്ച് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ നമ്മുടെ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായതുകൊണ്ട് അതിനെ പരിഗണിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 100% ആളെ കയറ്റണമെന്ന് നമ്മൾ തന്നെ വാശി പിടിക്കുന്നതിനകത്ത് ഈ സാഹചര്യത്തിൽ അർത്ഥമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ അത് അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിട്ടിരിക്കും.
മാസ്റ്റർ സിനിമ റിലീസാണെങ്കിൽ മണിക്കൂർ സമയം കൂടുതലാണ്. രാത്രി 9 മണി വരെ സിനിമ പ്രദർശനം പറ്റുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനൊരു മാനദണ്ഡം വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് അത് പരിഗണിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് അത് മനസ്സിലാവുന്ന കാര്യമാണ്. കാര്യം ഏത് സിനിമയായാലും രാത്രി സമയങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. 50% ആൾക്കാരെ വെച്ചിട്ട് കാണാൻ പറ്റുള്ളൂ, തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സമയത്തിനകത്ത് മാറ്റം അവർ ചെയ്തു തരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിതരണക്കാർക്ക് തിയേറ്ററിനുള്ള പണം നൽകാനുണ്ടെന്ന് പറഞ്ഞു. അവർ 27 കോടി രൂപ നൽകാനുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം നിങ്ങൾക്കും അവർ പണം നൽകാനുണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായ ഒരു കണക്കുകൾ ഇതുവരെ എത്തിയിട്ടില്ല. അല്ല, ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പരിധി വരെ പുറത്ത് നിന്ന് വരുന്ന കുറേ ന്യൂസുകളുണ്ട് ഇതിനകത്ത്. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ചർച്ചകളിലൂടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നുമല്ലാതെ ശരിക്കും ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുത്ത ആൾക്കാരും ഈ തിയേറ്ററുകൾ ഓടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും തന്നെയാണ് അവർ. അതുകൊണ്ട് അതിലൊന്നും ഒരു വാശി വെച്ചിട്ട് കിട്ടിയാലേ കളിക്കാൻ പാടുള്ളൂ എന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പറയുമെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഒരു ചർച്ചയുടെ ഭാഗമായി വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. കിട്ടാനുള്ളത് കിട്ടണമെന്ന് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതിനെല്ലാ പരിഗണനകളും അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് അതിനകത്ത് നിലനിൽക്കുന്നില്ല. അല്ല, ഇത് എന്താ പറയുക, ഇത് ഒരു തോന്നലിൽ നിന്ന് ഇപ്പം നമ്മൾ വെറുതെ വിവാദത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. സിനിമാ തിയേറ്ററുകൾ തുറക്കണം എന്ന് തന്നെയാണ് സിനിമാ തിയേറ്റർ ഉള്ള ആൾക്കാരുടെ ആഗ്രഹം. അത് സത്യമാണ്. കാരണം അവർക്ക് തുറന്ന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ വേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളെ സഹായിക്കാനും നമ്മളെ നിലനിർത്താനും വേണ്ടി നമ്മുടെ കൂടെയുള്ള സംഘടനകൾ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളതിനെ നിഷേധിച്ചിട്ട് പോയി തിയേറ്റർ തുറക്കുമെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. കാരണം ഞങ്ങൾ ഒന്നായി നിൽക്കുന്നത് വരെ തന്നെയാണ്. ഞങ്ങൾ 2ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ നിൽക്കുന്ന സംഘടനയല്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള സംഘടന തന്നെയാണ് മറ്റ് സംഘടനകളും. അപ്പോൾ അതനുസരിച്ച് അത് സംസാരങ്ങളെന്ന് പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് അത് സംസാരമാണല്ലോ, പ്രവൃത്തി അത് വേറെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും അങ്ങനെ ഒരു മോശമായ പ്രവൃത്തികൾ ചെയ്യില്ല. അല്ല, അതെന്തറിയാ, ഇത് തീരുമാനമുണ്ടാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പോട്ട് വൈകൂല. ഇല്ല, പുതിയ ഭരണസമിതി മാറാറായിട്ടില്ല. എന്നാൽ വലിയ താമസമില്ലാതെ മാറേണ്ടി വരും. കാരണം ആനുവൽ ജനറൽ ബോഡിയിലേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്കിടെ കാലാവധി ഇതൊരു പെട്ടെന്നുള്ള മീറ്റിംഗ് ആണ്. അതെ, അതിക്ക് മുൻപ് ഒരുപാട് പടങ്ങൾ വരട്ടെ, അങ്ങനെ വരട്ടെ, സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്താണ് ഇല്ല, എനിക്കറിയില്ല. OTTയിൽ വരുമെന്ന് എനിക്കറിയാം. തീരുമാനമായിട്ടില്ല. ഫെബ്രുവരി വരാനാണ് സാധ്യത. ഇല്ല, സാധ്യത ഇല്ല. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാനാണ് സാധ്യത. അല്ല, അത് എല്ലാവർക്കും ഓരോന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ചിന്തിക്കട്ടെ. എന്താ ഹൈദരാലിക്ക് അറിയണ്ടേ? അല്ല, ലാഭത്തിനാണ്, നല്ല ലാഭത്തിനാണ്, ഭയങ്കര ലാഭത്തിനാണ് എന്ന് ഓരോരുത്തരും പറയുന്നു. കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിനിമകളെല്ലാം തുടങ്ങുന്നതിന് മുൻപേ കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മുൻകൂട്ടി കൊടുത്തത്. സന്തോഷം. ഓക്കെ.